ദൈവത്തിരുനാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുത്തെ മഹത്വമുള്ള നാമം ഇന്ന് എന്നേക്കും പുകഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു മനോഹരമായൊരു സുദിനം കൂടെ ദൈവം നമുക്ക് തന്നു. ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവേഷ്ടത്തിനായി നമ്മളെ തന്നെ നമുക്ക് അർപ്പണം ചെയ്യുകയും ചെയ്യാം. നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വരുന്ന സങ്കീർത്തനം 106 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഏകദേശം 3-4 പോർഷൻ നമ്മൾ കഴിഞ്ഞു. അതിൽ നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുടർന്നും വെളിപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ അത് രേഖപ്പെടുത്തി വെക്കട്ടെ. ആ ജീവൻ്റെ വചനം, ജീവൻ്റെ അനുഭവങ്ങൾ നമുക്ക് ജീവദായകമായ സമൃദ്ധമായ ജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ നടത്തട്ടെ, നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ 106 സങ്കീർത്തനം അതിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചു. 13 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജന 13 വരെ നമ്മൾ കണ്ടത് അവർ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതാണ് മരുഭൂമിയിൽ കൂടെയൊക്കെ. എന്നാൽ 13ാമത്തെ വാക്യം മുതൽ അവർക്ക് എന്ത് സംഭവിച്ചു അതല്ല അവർ പെട്ടെന്ന് മറന്നു കളഞ്ഞു. അതാണ് ദൈവം ചെയ്തു പോകാൻ. ഇപ്പോൾ നമ്മളൊരു കഠിനമായ ഒരു എക്സാം അതിൽ കൂടെ നമ്മൾ പ്രാർത്ഥിച്ചു, കാഠിനത്തിൽ കൂടെ കടന്നു പോയി, അല്ലെങ്കിൽ നമുക്കത് എളുപ്പമാക്കി തന്നു. അസാധ്യമായ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം നമുക്ക് തന്നു. നമ്മളത് മറന്നു കളയരുത്. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചു വെക്കണം. ഒരിക്കലും ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറന്നു പോകാതെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതൊരു മനോഹരമായൊരു അനുഭവമാണ്. നമുക്കതെല്ലാം ഓർത്തോർത്ത് സ്വീറ്റ് മെമ്മറീസ് എന്ന് പറയും. അതാണ് ദൈവത്തെ കൂടിയാലുള്ള നമ്മുടെ ജീവിതത്തിൽ കൂട്ടിയാലുള്ള പ്രത്യേകത. ആ നാളുകളിൽ നമുക്ക് ഈ മനോഹരമായ ഓർമ്മകളായിരിക്കും. നഷ്ടപ്പെടുത്തിയെന്ന് നമുക്ക് പറയാനിടയാകത്തില്ല. നഷ്ടപ്പെടുത്തിയവരുണ്ടോ? അവർ അനുതാപത്തോടെ മടങ്ങി വരുമ്പോൾ ദൈവം പുതിയ കൃപകൾ കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ട് നമുക്കതെല്ലാം മനോഹരമായ അനുഭവങ്ങളാക്കി മാറ്റണം. ഓർക്കുവാൻ നിക്ഷേപങ്ങളെ, നല്ല മെമ്മറീസ് നിക്ഷേപിച്ചു വെക്കണം. അതൊക്കെ ആയിരിക്കും സ്വീറ്റ് ഡ്രീംസായിട്ടത് മാറും. മനോഹരമായ അനുഭവങ്ങളായിട്ടത് മാറിയിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ്, അവർ പെട്ടെന്നത് മറന്നു, അവർ ദുരാഗ്രഹമായിട്ട് മാറി, അവർ മോഹിച്ചു. ഏറ്റവും മോഹത്തോടെ അവർ ജീവിക്കാനായിട്ട് തുടങ്ങി. പലതും അവർ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് മിസ്രൈമിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ചുവന്നുള്ളി ഉണ്ടായിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു. ഈ ഭക്ഷണ വിഭവങ്ങളുടെ കാര്യങ്ങൾ മാത്രം അവർ ചിന്തിക്കുക. സ്വർഗീയമായ മന്ന, അത് യേശുവിൻ്റെ പ്രതിദാനമാണ്, പ്രതികരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അവർ സ്മരിക്കുക. സ്വർഗീയ ധാന്യം അവർക്ക്, മാലാഖമാരുടെ ഭോജനം അവർ ഭക്ഷിക്കുന്നത്. അവർക്കത് മനസ്സിലാകുന്നില്ല. അവർക്ക് മരുഭൂമിയിൽ പുഷ്ടി കൊടുത്തു, അവർക്ക് രോഗം വരാതെ കാക്കുന്നു, അവരുടെ ശരീരം, അവരുടെ കാൽ വീങ്ങാതെ കാക്കുന്നു. മരുഭൂമി കൂടെ സഞ്ചരിക്കുമ്പോൾ കാൽ വീങ്ങിയതില്ലെന്ന് അവിടെ പറയുന്നത്. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല. ഈ അത്ഭുതങ്ങളെല്ലാം അവർ തങ്ങളുടെ ദേഹത്ത് കാണുന്നു. പുറമേ എന്ത് കാണുന്നു? പുറമേ മേഘസ്തംഭം കാണുന്നു, ആ രാത്രിയിൽ അഗ്നി തൂണ് കാണുന്നു. ഇതെല്ലാം കണ്ടിട്ടും ഈ ജനം എങ്ങനെ പാറയടിക്കുന്നു, വലിയ നദികളായി പുറപ്പെടുകയാണ്, അവരുടെ ദാഹം ശമിപ്പിക്കപ്പെടുകയാണ്. എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ കാണുകയാണ്. ഈ ജനം ഇങ്ങനെ വിസ്മരിക്കപ്പെടുക, എല്ലാം മറന്നു പോകുന്നു. വലിയൊരു ദുരന്തമാണ്. കർത്താവെ, ഒരിക്കലും ഉപകാരങ്ങൾ മറക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് മറക്കാതിരിക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നും എങ്കിലും അവർ അപേക്ഷിച്ചവൻ അവർക്ക് കൊടുത്തു. അല്ലെങ്കിൽ അവരുടെ പ്രാണന് ക്ഷയമയച്ചു എന്ന് പറയാം. കാരണം അവർ അത് ഭക്ഷിച്ച് അവർ ശക്തരായി. പിന്നെയും അവരതിന് റിബല്യസ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് യജമാനൻ കൊടുത്ത ഭക്ഷണം കൊണ്ട് യജമാനെ തന്നെ ഉപദ്രവിക്കുവാനായിട്ട്, കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് പറയും. അതെത്ര ദുഷ്കരമാണ്. അവരെ നയിച്ച് നടത്തി അവരെ പോഷിപ്പിച്ച ദൈവത്തോട് തന്നെ ആ സമൃദ്ധി വെച്ചുകൊണ്ട് അവർ മത്സരിക്കുകയാണ്. അതെങ്ങനെ ഉണ്ടായിരിക്കും? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആ ദുരാഗ്രഹികളുടെ കൂട്ടത്തെ കിബ്രത് ഹതാവ എന്ന് പറയുന്നത്. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ മുടിച്ചു കളഞ്ഞ ആ സ്ഥലമെന്ന് പറയുന്നത്. തീ വന്ന്, ആ ദൈവത്തിൻ്റെ കോപ തീ വന്ന്. കാരണം അവർ പിന്നെയും മുമ്പോട്ട് പോയി മറ്റുള്ള ജനങ്ങൾക്കെല്ലാം പ്രയാസമാണെന്നേ. അത് അവരുടെ വിശ്വാസത്തെ എല്ലാം ഹനിക്കും, അവരുടെ ജീവിതങ്ങൾ, അവരുടെ പ്രയാണത്തെ എല്ലാം താറുമാറാക്കി കളയും. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്കും ദോഷം വരുത്താതെ വേണമെന്നൊക്കെ ഉള്ളു. മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ അവനോട് ആരപേക്ഷിക്കും? ഇവിടെ പറയുകയാണ്, ദൈവജനത്തോട് തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ഈ അബീരാം കൂട്ടരുമൊക്കെ നമ്മൾ ഇനി വായിക്കുകയാണ്. 16ാമത്തെ വാക്യത്തിൽ അവരെന്താ ചെയ്തേ? അവർ പാളയത്തിൽ വെച്ച് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധന് അഹരോനോടും അസൂയ. അവരെ നടത്താൻ നിയമിച്ചവരെ അവർ അസൂയപ്പെടുകയാണ്. ഭൂമി ഉളർന്നു. അതിനെന്ത് ഫലം എന്താണ്? ഭൂമി ഉളർന്നു, ദാതാനെ വിഴുങ്ങി, അബീരാമിൻ്റെ കൂട്ടത്തെ മൂടിക്കളഞ്ഞു.
നാദാനും കൂട്ടരും എല്ലാം അവിടെ അസാധാരണ ഒരു ഇതാ. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം ഇതാ ഭൂമിയെ പിളർക്കുകയാണ്. എന്തിന്? ദുഷ്ടന്മാരുടെ കൂട്ടത്തെ അവിടെ നശിപ്പിക്കാൻ. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അതാണ് ദൈവം ദൈവം നിർഗുണനായിരിക്കണമെന്നാണ് വല്ല ചിന്തിക്കുന്നത്. കാമായിരിക്കണം, മിണ്ടാതിരിക്കണം, ഇവർ പറയുന്ന പോലെ കേട്ടോണം. അതാണ് ദൈവം, സർവശക്തനായ ദൈവം. അടുത്ത മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ എന്തുണ്ട് ഏറ്റവും ഇതല്ലേ നമ്മൾ അവൻ സൃഷ്ടിച്ച ആകാശത്തെ, ഭൂമിയെ, ചന്ദ്രനെയൊക്കെ നോക്കും. മർത്തി നിന്ന് ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ എന്ത് പറയുന്നത്? അബീരാമിൻ്റെ കൂട്ടത്തെ മൂടിക്കളഞ്ഞൊരു കൂട്ടത്തിൽ തീ കത്തി, ദുഷ്ടത അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു. 18-ാമത്തെ വാക്യം. അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞവർ ഹോരയെ ബലിച്ചൊരു കാളക്കൊട്ടി ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു എന്ന് പറയുന്നത്. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു. എത്ര കഷ്ടമാണ് നോക്കുക. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ കൊള്ളയിട്ടുകൊണ്ട് വന്ന പൊന്നും വെള്ളിയൊക്കെ ഇല്ലേ, അത് തിന്മയ്ക്ക് വേണ്ടി, തെറ്റായ ആരാധനയ്ക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുക. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിരുന്നു. കാരണം പിന്നീട് സമാഗമന കൂടാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊന്നൊക്കെ സ്ത്രീകളെല്ലാം പൊന്നുള്ളവർ, മുത്തുള്ളവർ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. നൂൽ നൂൽക്കാൻ പ്രാപ്തിയുള്ളവർ നൂൽക്കിട്ട് അത് കൊടുക്കുന്നു. ചുമന്ന നൂല്, താമര നൂല്, ഓരോ നീല നൂൽ എല്ലാം കൊണ്ടുവന്ന് ദേവാലയത്തിൻ്റെ തിരശ്ശീലയ്ക്കും എല്ലാവരും സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പേ ശത്രു എന്ത് കണ്ടു? ഇവർക്കുള്ളതായ സമ്പത്തിനെ തെറ്റായ രീതിയിൽ വിനിയോഗിക്കാമെന്ന് വിചാരിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് നീ തരുന്ന ഓരോന്നും സുരക്ഷിതമായിരിക്കുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ചെറിയതാകട്ടെ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നമ്മളെ ദൈവം അധിപതിയാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ വിശ്വസ്തരായിരിക്കാം. നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ മിസ്യൂസ് ചെയ്യാതെ, ദുർവ്യയം ചെയ്യാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ പറയുകയാണ്, അവർ ഹോറബിൽ വെച്ചൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എന്നാൽ ഒരു സിംഹം, ദൈവത്തിൻ്റെ മഹത്വത്തെ സിംഹത്തെ എന്തുകൊണ്ട് അവർ വാർത്തുണ്ടാക്കിയില്ല? എന്തുകൊണ്ട് അവർ വേറെ ഒരു മൃഗത്തെ അവർ വാർത്തുണ്ടാക്കിയില്ല? അവർ മിസ്രൈമിൽ കണ്ടത് കാളക്കുട്ടിയാണ്. അതുകൊണ്ടാണ് അവർ കാളക്കുട്ടിയെ വാർത്തത്. അവരെന്താണോ അവർ കണ്ട് പരിശീലിച്ചത് അത് തന്നെ അവർ പഠിച്ചെടുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മളുടെ കൂടെയുള്ള ആ പുരുഷാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന ദേശത്തിലെ തെറ്റായ ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതൊന്നും നമ്മൾ അനുകരിക്കരുതെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തോട് ചേർക്കരുത്. കാരണം മിസ്രൈമിയർക്ക് കാളദേവൻ എന്നാണ് അവർ ഓക്സ് എപ്പീസ് എന്ന് പറയും. ഓക്സ് എപ്പീസ്, കാളദേവനാണ് അവരുടെ ദൈവം. അപ്പം ഇവരത് കണ്ടു അതുപോലെ ഉണ്ടാക്കി, ഭാഷ വരുത്തി ഉളി കൊണ്ട് ഉണ്ടാക്കി കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ നമസ്കരിക്കുക. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ, 20-ാമത്തെ വാക്യത്തിൽ വളരെ ഇതാണ്, ഇങ്ങനെ അവൻ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി കളഞ്ഞു. ഇന്ന് എന്തെല്ലാം രീതിയിൽ ഓരോ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർക്കിഷ്ടമായ രീതിയിൽ അവർക്ക് ആഗ്രഹിക്കുക, അതിനനുസരിച്ചൊരു ദൈവത്തെ ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ പറയും 21-ാമത്തെ മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. മിസ്രൈമിൽ വലിയ കാര്യങ്ങൾ എന്തെല്ലാം, തീമഴ, കൽമഴ, കൂരിരുട്ട്, 3 ദിവസം കൂരിരുട്ട്, അടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്തവണ്ണം കൂരിരുട്ട്. അത് രാത്രി മാത്രമല്ല, പകലും രാവും കൂരിരുട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പക്ഷെ ഗോശൻ ദേശത്ത് വെട്ടമുണ്ടായിരുന്നു. ഇവർക്ക് ദിവ്യ ദേശത്ത് മാത്രമാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇസ്രായേൽ ജനം ഇതൊക്കെ കാണുമല്ലേ. മിസ്രൈമിൽ അറിഞ്ഞില്ല, അവർക്ക് ശിക്ഷയാണ്. പക്ഷെ ഇസ്രായേൽ ജനം ഇത് കാണുകയല്ലേ ദൂരത്ത് മാറി നിന്നുകൊണ്ട്. ഇങ്ങനെ മിസ്രൈമിൽ വലിയ കാര്യം, ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളെയും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളെയും ചെയ്തവനായ ദൈവം, തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അതാണ് ഏറ്റവും കഷ്ടം. ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തെ അവരെങ്ങനെ വിസ്മരിക്കാം? അതുകൊണ്ട് ദൈവിക ബോധമില്ലാതെ അവർ ജീവിച്ചു നമുക്ക് പറയാം. ആബ്സെൻസ് ഓഫ് ദി മൈൻഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ ദൈവ സാന്നിധ്യത്തിൽ അവരുടെ മനസ്സുമൊന്നും ദൈവ സാന്നിധ്യത്തിൻ്റെ ഇതിലേക്ക് വരുന്നില്ല, അവർ വിസ്മരിക്കുക. അവിടെ പറയുകയാണ്, തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ മറന്നു കളഞ്ഞു, ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവൻ്റെ വ്രതനായ മോശ കോപത്തെ ശമിപ്പിക്കാൻ അവൻ്റെ സന്നിധിയിൽ പിളർപ്പ് നിന്നില്ലെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുകയാണ്? ഇവരെതിർത്ത മോശ തന്നെ, ആ മോശ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. കർത്താവേ, ഞാനിവരെ മുഴുവനും ചുവന്നുകൊണ്ട് നടക്കത്തക്കൊണ്ട് ഞാനിവരെ ഗർഭം ധരിച്ചു. കാരണം അത്ര പ്രയാസം. മോശ ഭൂമിയിലുള്ള എല്ലാവരും സൗമ്യനായിരുന്നു പറയുന്നത്. ആ മോശയോടാണ് അവർ പിറുപിറുക്കുന്നത്.
ഞങ്ങൾക്ക് ആരും വെള്ളം തരും, നീ എന്തിനാ അവിടെ കൊണ്ട് ഞങ്ങൾ വലച്ചു തന്നെ, ഞങ്ങൾക്ക് ഉപ്പില്ല മുളകില്ല, ചെല്ലുണ്ടല്ലോ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഓരോന്ന്. പിറുപിറുപ്പ് ദൈവത്തിന് ഏറ്റവും അരോചകത്വമാണ്. അവരവിടെ കൂടാരങ്ങളിൽ പിറുപിറുത്തെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ പുറപാട് പുസ്തകത്തിലൊക്കെ സംഖ്യാപുസ്തകത്തിലും ദുരാഗിരികളായി കൂടാരത്ത് പിറുപിറുക്കിയ ഓരോരുത്തർ. നല്ല കാര്യങ്ങളല്ല പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുകയല്ല, ഒരുന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുക. കുറ്റങ്ങളും ഇല്ലായ്മകളും എല്ലായ്മകളും എല്ലാം പറഞ്ഞുകൊണ്ട് അവർ പിറുപിറുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് എന്ത് സംഭവിച്ചു? താൻ വേദനായ മോശ അവരുടെ വേണ്ടി പക്ഷപാതം ചെയ്യുക. ഞാൻ ഇവരെ മുഴുവനും കർത്താവെ ഞാൻ ഗർഭം ധരിച്ചു, ഒരു ധാത്രി അവരെ ചുമക്കുന്ന പോലെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുക, ഞാനിവരെ ഗർഭം ധരിച്ചു, ദയവ് ചെയ്ത് എന്നെ കൊന്നുകളയണേന്ന് മോശം പ്രാർത്ഥിക്കുന്നു. അത്ര ബേർഡനാണ് ആ ജനത്തെ നയിക്കുക എന്ന് പറയുന്നത്. ചിന്തിക്കുക, 6 ലക്ഷം സമ്മിശ്ര പുരുഷാരത്തെ, വെള്ളമില്ല, ഒന്നുമില്ല, ഒരു കടയില്ല, ഒരു കമ്പോളമില്ല, ഒന്നുമില്ല, ഒരു മരുഭൂമിയിൽ കൂടെ, ഇന്നത്തെ സോഴ്സൊന്നും ഇല്ലാത്ത ഒരു മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. ചിന്തിക്കുക, ആ ബേർഡൻ ഓഫ് ഗൈഡിങ്, ആ നയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം, അതിനുള്ള ചുമതല, ആ ഭാരം എത്ര ഇതായിരിക്കും. അത് നമ്മൾ അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ചെറിയ ചെറിയ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരിതാണ്, അതൊരു ബേർഡനാണ്, ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മൾ കാണുകയാണ്. എന്നിട്ടോ ഈ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ, എന്നിട്ട് പറയാം, ദൈവമേ ദയവേത് നീ അവരെ സഹായിക്കണം. കാരണം അല്ലെങ്കിൽ മിസ്രൈമ്യർ പറയും, കണ്ടോ അവനവരെ വിടിച്ചു കൊണ്ടുവന്ന് അവരെ നയിക്കാൻ ഇപ്പോൾ ദൈവത്തിന് ശക്തിയില്ല എന്ന് പറയും, നിന്നെ അവർ അവഹേളിക്കും, അതുകൊണ്ട് കർത്താവെ നീ ഇത് ചെയ്തേ പറ്റുമെന്ന് പറയും. മോശ പലപ്പോഴും ഇടിവിൽ നിൽക്കുക ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മോശ തന്നെ ഒരു അവസരത്തിൽ ചെയ്യുന്നുണ്ട്, ദൈവം പറയാത്ത ഒരു കാര്യം ചെയ്ത് ദൈവം വാങ്ങിക്കുന്നുണ്ട്. എങ്കിലും ദൈവം ദീർഘക്ഷമയോടെ ആ മോശയുടെ അപേക്ഷയെല്ലാം കേട്ട് അവരോട് വീണ്ടും കരുണ കാണിക്കുന്നുണ്ട്, അവരെ മുടിച്ചു കളയാതെ വണ്ണം, അല്ലേ? അവന് വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ തൻ്റെ സന്നിധിയിൽ പിളർപ്പ് നിന്നില്ലെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആ ബാധയൊക്കെ ഉണ്ടാകുമ്പോൾ മോശം അഹ്റോനും പെട്ടെന്ന് ധൂപെടുത്ത് ഈ ധൂപം ഇട്ടുകൊണ്ട് പാളയത്തിലേക്ക് ചെല്ലുകയാണ്. ഫിനെഹാസുമല്ല. ഉടനെ അവർ ആ ധൂപം കാട്ടി ഉടനെ പാളയത്തിലെ ബാധയെല്ലാം നീങ്ങിപ്പോവുകയാണ്. അങ്ങനെ അവർ ഇടിവിൽ നിൽക്കുകയാണ് ഓരോ പ്രതിസന്ധിയിലും. ഇടിവിൽ നിന്ന് ആ ജനത്തിന് വേണ്ടി. എന്നാൽ നമുക്ക് ഈ പുതിയ നിയമകാലത്ത് നമുക്കാരാണ്? മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ നമുക്ക് മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. അവൻ നമ്മുടെ പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അവൻ നമ്മുടെ സർവ്വലോകത്തിൻ്റെ പരിഹാരമാണ്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ദൈവത്തോട് നമുക്ക് അഭയാചനയും നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പുത്രൻ ഇന്നും നമുക്ക് മധ്യസ്ഥ അണച്ചുകൊണ്ട് ദൈവം അവിടെ നിൽക്കുകയാണ് നമ്മുടെ പ്രതിനിധിയായിട്ട്. നമുക്കവനോട് എന്തും ഷെയർ ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം, എല്ലാം ദൈവത്തോട് നമുക്ക് പറയാം, ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവിക നന്മകൾ ഓർക്കാം, അങ്ങനെ ജീവിതം മനോഹരമാക്കാം. മറിച്ച് മറ്റുള്ള നമ്മൾ ചിന്തിച്ചു, അവർ അസൂയപ്പെട്ടു. അസ്ഥികൾക്ക് ദ്രവത്വമെന്നാണ് പറയുന്നത്. മോശയോട് അസൂയപ്പെട്ടു. അവർക്ക് ആ ലീഡർഷിപ്പൊക്കെ കിട്ടുന്നതിൽ ഇവർക്ക് അസൂയ. യോസഫിനോട് സഹോദരന്മാർക്ക് അവസാനം അത് പെരുത്ത് അസൂയ തോന്നി തുടങ്ങുന്നു. കഠിനമായി ദ്വേഷിച്ചു. നമുക്ക് ആരോട് അസൂയ ഉണ്ടായിരിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മ നിങ്ങളും ആയിക്കട്ടെ, സന്തോഷിക്കണം. അവർക്കൊരു ഉയർച്ച വരുമ്പോൾ നല്ലതെന്ന് നമുക്ക് മനസ്സുകൊണ്ട് പോലും അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കണം. കർത്താവെ, അവർക്ക് തെറ്റായിട്ട് നമ്മളൊന്നും ചിന്തിക്കാതെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു, ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. ആ ഒരു മനോഭാവമുള്ളപ്പോൾ അത് നമുക്ക് തന്നെ അനുഗ്രഹമാണ്. അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാണ്, എന്നാൽ ശാന്തത അത് ജീവവൃക്ഷം പോലെയാണെന്ന് പറയും. നമ്മുടെ നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകാൻ ദൈവയുടെയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ തന്നെ സഹായിക്കട്ടെ. സ്നേഹം നിറഞ്ഞ നിങ്ങളെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പോൾ ഞങ്ങളെ പല കാര്യങ്ങൾ ചിന്തിക്കുകയും എന്തെല്ലാം അത്ഭുതമേറിയ കാര്യങ്ങൾ തിരുവെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മുന്നമേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ നേരെ അസൂയ ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ. മറ്റുള്ളവരുടെ നന്മകളെ ഞങ്ങൾക്ക് ഉയർച്ചകളിൽ ഞങ്ങൾക്ക് ദൈവികമായ സന്തോഷത്തോടെ ആനന്ദിക്കുവാൻ, അതിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കർത്താവെ അതിൽ ഒട്ടും ഞങ്ങൾക്ക് അസൂയ വരാതെ വണ്ണം ഞങ്ങളിവിടെ നിന്ന് കാക്കണം. നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ, നല്ല ചിന്തകൾ ഞങ്ങൾക്ക് തരണമേ. ദുരാഗ്രഹങ്ങളോ ദുർമോഹങ്ങളോ ഒന്നും ഞങ്ങളിലേക്ക് ജനിപ്പിക്കാതെ വണ്ണം ഞങ്ങളുടെ ചിന്തകളെ ബോധവിചാരങ്ങളെ എല്ലാം അവിടെ നയിക്കണമേ, അവിടെ നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഇവിടെ എല്ലാറ്റിനെയും നിയന്ത്രണം കർത്തൃത്വം അവിടെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ, സകല സത്യത്തിന് വഴി നടത്തും എന്നുള്ളതിനായി സ്തുതിക്കുന്നു. അപ്പോൾ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗം മധ്യസ്ഥനായിരിക്കുന്ന പുത്രനായി സ്തുതി എല്ലാം സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. തിരുനാമത്വപ്പെടുത്തണമേ. ആമേൻ. സ്തോത്രം നാഥ, സ്തോത്രം നാഥ, സ്തോത്രം നിനക്കൻ യേശുദേവാ. അനുദിനവും തരുന്നടിയാൻ അത്യാദരവാ.
സ്തോത്രം നാഥ, സ്തോത്രം നാഥ.